ഹായ്, ഞാൻ ഷബീർ ഷാപ്കോ ബിൽഡേഴ്സ് ഈ കഴിഞ്ഞ മാസം പണി പൂർത്തീകരിച്ച പയ്യോളിയിലുള്ള അപെക്സ് ആർക്കിഡാണ് നിങ്ങൾ ഈ കാണുന്നത്. 3 ഫ്ലോറുകളിലായി 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായും കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഒരു ബിൽഡിംഗ് ആണ്. ബേസ്മെന്റിൽ കാർ പാർക്കിങ്ങും ബാക്കി 2 ഫ്ലോറുകളിലും കൊമേഴ്ഷ്യൽ സ്പേസുമാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. ഈ ബിൽഡിങ്ങിന്റെ ബാക്കി കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ ഓണർ സജിത് സാറുമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ സജിത്തേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അപെക്സ് ആർക്കിഡ് ഓണർ സജിത്തേട്ടൻ്റെ വീട്ടിൽ നമുക്ക് സജിത്തേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. സജിത്തേട്ടൻ, നമ്മൾ സജിത്തേട്ടൻ്റെ ബിൽഡിംഗ് വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീഷൻ നമ്പറിങ്ങിൻ്റെ സ്റ്റേജിലാണുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് സജിത്തേട്ടന് ഞങ്ങളെ വർക്ക് ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അതെന്താണ്? ഞാൻ സൗദി അറാംകോ വർക്ക് ചെയ്യാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ബേസിക്കലി ഒരു NRI ആണ്. അപ്പം NRI ഒരാൾ ഒരു ബിൽഡിങ് നാട്ടിൽ ഉണ്ടാക്കുമ്പോഴുള്ള എല്ലാ കൺസേണും എല്ലാ ആങ്സൈറ്റി എനിക്കുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പം ഞാനിങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം ഉള്ളൊരു ആഗ്രഹം നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും റിലയബിളായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ടൈം ബൗണ്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണം. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ഷാപ്കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നോട് പറഞ്ഞ് സഹിത്തെ ഈ കമ്പനി വളരെ പ്രൊഫഷണലായി ടൈം ബൗണ്ടായി തീർക്കും, 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബേസിക്കലി 2 ചാലഞ്ച് എനിക്കുള്ളത്. എനിക്കെന്താ വെച്ചാൽ ഫിസിക്കൽ പ്രസൻസ് എനിക്ക് ഇവിടെ ഇല്ല NRI എന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ്സ്, ട്രാൻസ്പെറൻസി, പ്രൊഫഷണലിസം, ഇത് ഉള്ള കമ്പനീസ് അൺഫോർച്ചുനേറ്റ്ലി കുറവാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, കുറവാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണ ഒരു ബിൽഡിംഗ് എടുക്കുന്ന ഒരാൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി നമ്മുടെ ഈ ഏരിയയിലില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാകുമ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു അഷുറൻസ് എൻ്റെ ഫ്രണ്ട് തന്നപ്പോൾ ഞാൻ ബ്ലൈൻഡ്ലി ഈ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എഗ്രിമെൻറ്റ് ഏർപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം എന്താ, ഞാനൊരു ഈ ബിൽഡിങ് ഒരു പാർഷ്യൽ കംപ്ലീഷനോടുകൂടെ ഒരു ബാങ്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഞാൻ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അതായിരുന്നു. ഒരു 8 months ടൈമിൽ, ആ 8 മാസത്തിനുള്ളിൽ ഈവൻ ബിഫോർ ഡേറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. ബിൽഡിംഗ് ഹോൾ കംപ്ലീഷന് മുമ്പ് തന്നെ എനിക്കിത് റെൻറ്റ് കൊടുത്തിട്ട് എൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി. അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്നൊരു ഇതാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക്, ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഷാപ്കോയിൽ ഉണ്ടായത്. ബേസിക്കലി വർക്ക് നടക്കുമ്പോൾ ഞാൻ ഈ ദ ഹോൾ ഡ്യൂറേഷൻ ഓഫ് കൺസ്ട്രക്ഷനിൽ ഒരു ദിവസം പോലും എനിക്ക് ഒരു കൺസേൺ ആയിട്ടോ അല്ലെങ്കിൽ പാനിക്കായിട്ടോ കോൺട്രാക്റ്റ് വിളിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാം രാവിലെ വാട്സപ്പ് തുറന്നാൽ കംപ്ലീറ്റ് ഫോട്ടോസ്, ഓരോ കൺസ്ട്രക്ഷൻ സ്റ്റേജിലും എന്നെ കീപ് മീ ഇൻഫോംഡ്. ഈവൻ മേജർ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ്, സഹിത്തേട്ട ഇതാണ് കോൺട്രാക്റ്റ്, ഇത് പ്രകാരമുള്ള മെറ്റീരിയൽ ഞാൻ പ്രൊക്യൂർ ചെയ്യാൻ പോവാണ്, സഹിത്തേട്ടന് ചേഞ്ചസ് ഉണ്ടോ, ഇല്ലെങ്കിൽ വി ക്യാൻ ഗോ ആയിട്ട്. പക്ഷേ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, അവർ പറഞ്ഞ സമയത്ത് അവർ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിചാരത്തിന് മുമ്പേ വളരെ നല്ല ക്വാളിറ്റിയോടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഷാപ്കോ ഈ ബിൽഡിങ്ങിലൂടെ എനിക്ക് ഇപ്പോൾ ഇനിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഷാപ്കോ തന്നെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. സജിത്തേട്ടൻ, ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അജയേട്ടൻ ഇൻഫോം ചെയ്ത് അടിസ്ഥാനത്തിൽ ഒരു മോർണിംഗിൽ വന്നു, ഈവനിങ്ങിൽ ഞങ്ങൾ കൊട്ടേഷൻ തന്നു, അത് നൈറ്റ് തന്നെ സജിത്തേട്ടൻ ഫൈനൽ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് 2 days കൊണ്ട് വിത്തിൻ 2 days കൊണ്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സജിത്തേട്ടനെ ഞങ്ങൾക്കറിയില്ല, അതുപോലെ സജിത്തേട്ടനെ ഞങ്ങളെ അറിയില്ല. അപ്പോൾ ആ ഒരു നമ്മൾ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചാണത് സജിത്തേട്ടനെ അത് കാണിച്ചു തന്നിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് അത് ഞാൻ പറയാം, അത് നിങ്ങൾ പറഞ്ഞ വളരെ ഒരു കാര്യമാണ്. എനിക്കൊരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ടില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ അന്നത്തെ ദിവസം ട്രാവൽ ചെയ്യാണ്. അന്ന് ഉച്ചയ്ക്കാണ് നിങ്ങൾ വരുന്നത് സൈറ്റിൽ. ആ ഒറ്റ കൂടിക്കാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പുറക്കാണ്. പിന്നെ ഞാൻ വരുന്നില്ല. പിന്നെ എല്ലാം കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അപ്പം ലൈവ് ക്യാമറ വെച്ചിട്ട് ഞാൻ ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള പോലുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു നിങ്ങൾ ഉള്ള സമയത്ത്. ആ ഒരു ഫീലിംഗ് എനിക്ക് തന്നു. കംപ്ലീറ്റ് ഓരോ സ്റ്റേജസിലും ഫോട്ടോസെല്ലാം സെപ്പറേറ്റ് അയച്ചു തന്നു. എല്ലാ ഡിസ്കഷനും എന്നെ ഇൻവോൾവ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീഡിയോ അയക്കും, സംസാരിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. അവരിങ്ങോട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് വർക്ക് ഇത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ഇൻഫാക്റ്റ് ഈ ഏരിയയിൽ നിന്ന് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലരും എന്നോട്
ചോദിച്ചിരുന്നു, ഇതാരാ ഈ വർക്ക് ചെയ്യുന്നത്, ഇത്രയും പെട്ടെന്നൊരു വർക്ക്, ഒരു ബിൽഡിംഗ് ഇവിടെ നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചിരുന്നു. വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ അടുത്തൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ ആരാണ് ഈ ചെയ്യുന്നതെന്നുള്ള ഒരു അത് തന്നെ മനസ്സിലാക്കാം ജനങ്ങളടക്കം. എന്നിട്ട് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ബാങ്കിൻ്റെ ആ കംപ്ലീഷൻ സമയത്തെല്ലാം പല ഫ്രണ്ട്സും വന്നിട്ട് ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ബിൽഡിംഗ് നിങ്ങൾ എങ്ങനെ സാധ്യമാക്കി എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രൊഫഷണലായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ലൈവ് സ്ട്രീമിങ്ങിൽ ഞാൻ അവിടുന്ന് എൻ്റെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈവൻ നിങ്ങളെ കോൺക്രീറ്റിംഗ് ആണെങ്കിലും മിഡ് നൈറ്റ്. പിന്നെ വേറൊരു പ്രത്യേകത ഇവർക്ക് പറയാനുള്ളത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ അന്ന് വന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഒരു സെറ്റ് ആൾക്കാർ വന്നിട്ട് ഈ ഏരിയയിൽ ഒരു വീടെടുത്ത് നിങ്ങൾ താമസിക്കുന്നു. എന്നിട്ടെന്ന് വെച്ചാൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരെ മോട്ടോ എന്താ വെച്ചാൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ള സെല്ലിൽ കാണുന്ന വെച്ചാൽ വർക്കേഴ്സ് പലരും വരും പോകും, പല ദിവസം അവർക്ക് ഡിലേ ആവും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഡേ ആൻഡ് നൈറ്റ് വർക്കേഴ്സ് അവിടെ ഉണ്ട്. അവർ 2 ഷിഫ്റ്റായിട്ട് തൊട്ടടുത്ത റൂം ഇരുന്നുകൊണ്ട് അവരിങ്ങനെ മാറി മാറി വന്ന് വർക്ക് ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു ഷെഡ്യൂളിങ് പ്ലാനിങ്ങും അത് വളരെ പ്രൊഫഷണലായിട്ട് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് തോന്നിയ സംഭവമാണ്. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിങ് മുഴുവനായിട്ട് പണി പൂർത്തിയാകാണ്ട് പാർഷ്യൽ കൊടുത്തിട്ട് റെൻറ്റ് ഇപ്പോഴും ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പേര് റിട്ടേൺസ് കിട്ടുകയെന്നല്ല. അത് എന്താ പറയുക വളരെ ഡിഫിക്കൽട്ടാണ്, എസ്പെഷ്യലി കേരളം പോലുള്ള സ്ഥലത്ത് ചെയ്യാറില്ല. അപ്പോൾ അത് ബേസിക്കലായിട്ട് നാം എപ്പോഴും പറയുന്നത് അതിന് വേണ്ടത് നമുക്ക് ഹൈലി പ്രൊഫഷണൽ, ഹൈലി കമ്മിറ്റഡ് കോൺട്രാക്ടർ. അതാണ് ഞാനിവിടെ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്തത്. അതുപോലെ നമ്മുടെ സൂപ്പർവൈസിങ്ങിൻ്റെ കാര്യത്തിൽ അത് മറ്റ് അപ്ഡേഷൻസ് ഡെയിലി എത്തുന്നതിൻ്റെ കാര്യത്തിൽ സജിതേട്ടന് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യമുണ്ട്. സജിത്തേട്ടൻ നമുക്ക് തന്നൊരു സപ്പോർട്ട്, അതായത് നമ്മൾ ഡേ നൈറ്റ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ മെറ്റീരിയൽ കറക്റ്റ് പർച്ചേസ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. പക്ഷെ ക്ലൈൻറ്റിൻ്റെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് അത് വലിയൊരു കാര്യമാണ്. സജിത്തേട്ടൻ്റെ കാര്യത്തിൽ നിന്ന് അത് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. ഈവൻ പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടിക്കാര്യം മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിനപ്പുറം ഈ ടെക്നിക്കലി നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ടാണ്. സജിത്തേട്ടൻ ആ ഒരു കാര്യത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ഞങ്ങൾ പോസിറ്റീവായി തോന്നി. അതിൽ സജിത്തേട്ടൻ ഞങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതായത് ഇനി മുന്നേ എടുത്ത ഒരു എക്സ്പീരിയൻസും ഇനിയൊന്നും എടുക്കാൻ പോകുമ്പോഴുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ. അല്ല, അതിൽ ഈ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് തോന്നിയ ഒരു കംഫർട്ട് എന്താ വെച്ചാൽ, എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം ഷബീറിനെ അന്ന് പറഞ്ഞത് ഈ ടൈം മുതൽ ഈ ടൈം വരെ സൈത്തേട്ട ഐ എം അവൈലബിൾ. ഇപ്പോൾ ഞാൻ NRI ആണ്, അപ്പോൾ എൻ്റെ ടൈമിങ്ങിന് സ്യൂട്ടായി. ഇവിടെ ലേറ്റ് നൈറ്റ് ആയിരിക്കും, പക്ഷേ എനിക്ക് അവിടെ ലേറ്റ് നൈറ്റ് അല്ല. പക്ഷേ പുള്ളി ആ സമയത്തൊക്കെ നിങ്ങൾ അവൈലബിൾ ആയത്. ഏത് ഡൗട്ട് ഉണ്ടെങ്കിൽ എവറി ഡേ എനിക്ക് ഇമ്മീഡിയറ്റ്ലി പിക്കപ്പ് ദ ഫോൺ വിളിക്കുക. അപ്പോൾ ഉടനെ ഡീറ്റെയിൽസ് കിട്ടി. എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക ഒരു ഡീറ്റെയിലായി ഡിസ്കഷൻ ചെയ്യുന്നു. നമ്മൾ അത് ഡിസൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റേജിലും നമ്മൾ പറയുന്നത് ഇന്ന് സെയിലേക്ക് പോവുകയാണ്, ഇതാണ് ഞാൻ മെറ്റീരിയൽ, അതിൽ സൈത്തേട്ടൻ ഓക്കെ അല്ലേ, അതിൽ കോൺട്രാക്ട് പ്രകാരമുള്ള മെറ്റീരിയൽ ഇതാണ്, എന്തെങ്കിലും ചേഞ്ചസ് വേണോ, നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാനും ആ സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ചെയ്യാനുള്ളൊരു അവസരം കൂടെ നമുക്ക് തരുന്നുണ്ട്. അല്ലാണ്ട് ഓൾറെഡി നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് ഐ ആം കമ്മിറ്റഡ് ഫോർ ദിസ്, എനിക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഓരോ സ്റ്റേജിലും നമ്മൾ അറിയിച്ചുകൊണ്ടും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതിങ്ങനെയല്ല ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യാനും എല്ലാം വളരെ ഇതായിട്ട് എനിക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ അതായത് ഇതിൻ്റെ പെർമിഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ സജിത്തേട്ടന് ഏത് രീതിയിലാണത്? അല്ല, പെർമിറ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ പൊതുവേ നമുക്കെല്ലാം അറിയുന്നതാണ്. ഓഫീസ് വർക്കുമായിട്ട് കാര്യത്തിൽ അതിൽ ഡോക്യുമെൻറ്റേഷനെല്ലാം വളരെ പങ്ക്ച്വലായിട്ട് അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം. പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഒരു ഡിലേ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഉണ്ടാകുന്ന ഒരു ഡിലേ അതുവരെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ പാർഷ്യൽ കംപ്ലീഷൻ കൊടുത്ത് ഞാൻ അത് റെൻറ്റ് കൊടുത്തു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം എഫേർട്ട് അവരിട്ടുണ്ടാവും ആ പാർഷ്യൽ നമ്പറിങ്ങിന് വേണ്ടിയുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഡോക്യുമെന്റ്. ഒരു നോർമൽ ഡിലേ ഒരു ഗവൺമെൻറ് ഓഫീസിലെ അത് നമ്മൾ ആരുടെയും കൺട്രോളില്ലാത്തൊരു ഡിലേ ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെ നിങ്ങളെ കോൺട്രാക്ടർ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടും
ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു NRI എന്നുള്ള ഒരു വിദേശത്തുള്ള ഒരാൾക്ക്, അതായത് സൗദിയിൽ അല്ലെങ്കിൽ GCCയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ നാട്ടിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള കാര്യം. നിങ്ങൾക്ക് ഇവിടെ വരാൻ ഉണ്ടാവുക ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം. ഇതിനിടെ ഇങ്ങനെയുള്ള ഒരു NRIസിന് സജിത് സാറിന് ഏത് രീതിയിലുള്ള ഒരു സജഷനാണ് കൊടുക്കാനുള്ളത്? NRIs ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ NRIs ഉള്ള ഏറ്റവും വലിയ ചാലഞ്ചാണിത്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രൊഫഷണലായി ചെയ്യുന്ന ആൾക്കാർ, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ. പക്ഷേ ആ ഒരു ആസ്പെക്റ്റിൽ ഒരു NRIക്ക് 100% വിശ്വസിച്ച് പണിയേൽപ്പിക്കാൻ പറ്റുന്നൊരു കമ്പനിയായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് പല സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ പറയുന്നൊരു മെയിൻ ഡിഫിക്കൽറ്റിയാണ് അവർക്ക് പൈസയുണ്ട്, പക്ഷേ ഇത് ആർക്ക് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൊടുക്കും, ആർക്ക് ഇത് ടൈം ബൗണ്ടായിട്ട് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. എത്രയോ ബിൽഡിങ്ങുകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്, പാർഷ്യൽ കംപ്ലീഷൻ വെച്ചിൽ പല നിയമക്കുരുക്കളുകൊണ്ടോ എന്തുകൊണ്ടോ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ടോട്ടലി നമ്മൾ വരീഡാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. അപ്പോൾ ശരിക്കും ഒരു പരീക്ഷണം പോലെ തന്നെ ഞാൻ എടുത്തു ചാടിയതാണ്. ഒരു ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഒരാൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്ത് ശരിക്കും ഞാൻ തുടക്കത്തിൽ റിസ്ക് പോലെ എനിക്ക് തോന്നിയിരുന്നു. അതായത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് നമ്മൾ പൈസ കൊടുക്കുന്നു. പക്ഷേ അത് വിത്തിൻ 1 or 2 months കൺസ്ട്രക്ഷൻ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഷെബീറിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എവിടെ വേണമെങ്കിൽ ഞാൻ പറയും, അത് അത്രയും പ്രൊഫഷണലായിട്ട് ഇത് ചെയ്ത ഒരാൾ, അതും ഇവിടെയുള്ള നാട്ടിലുള്ള കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു അഭിമാനമാണ്. ശരിക്കും അങ്ങനെ ചെയ്യാനുള്ള ആളുണ്ട് എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിങ്ങളുമായി ഡീൽ ചെയ്യുന്നതിന് മുമ്പേ അങ്ങനെ ഒരാളില്ല. ഇല്ലെങ്കിൽ നമ്മൾ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ പോകാനുള്ള ആ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് അല്ല നമ്മൾ എടുക്കുന്നത്. നമുക്കൊരു മീഡിയം സൈസ്ഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ, പ്രത്യേകിച്ചും NRI നമ്മളെ പ്രസൻസ് ഇവിടെ ഇല്ല, തിരിച്ചു വന്നപ്പോൾ ബിൽഡിംഗ് ഏത് കോലത്തിലുണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് എസ്പെഷ്യലി NRIസിന്, ഞാൻ നാട്ടിലെ ആൾക്കാർക്കും റിലേ ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ NRIസിന് വളരെ ഇതായിട്ട് റിലേ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയത്. സജിത്തേട്ടൻ, നമ്മളിപ്പോൾ ഈ വർക്ക് ഇത്രയും ആയി, കംപ്ലീറ്റ് ആയി, സജിത്തേട്ടൻ ഹാപ്പി ആയി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സജിത്തേട്ടനോട് ഞങ്ങൾക്ക് ചോദിക്കാം, സജിത്തേട്ടൻ ഇനി ഒരാളുടെ സജിത്തേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു ബിൽഡിങ് ഉണ്ടാക്കാനുണ്ട്, ആ സമയത്ത് സജിത്തേട്ടൻ ഞങ്ങളെ സജസ്റ്റ് ചെയ്യും, അതിനെന്താണ് പറയുക? തീർച്ചയായും. കാരണം എന്നെ ഇത് സജസ്റ്റ് ചെയ്തത് അജയ് മേനോൻ്റെ ഒരൊറ്റ പേഴ്സണൽ കോൺഫിഡൻസിലാണ് ഞാനിതിൽ, വേറൊന്നുമില്ല. അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അത് വളരെ സക്സസ്ഫുള്ളായി. ഇനി എൻ്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരും ഈ ഒരു അനുഭവം ഞാൻ അതേപോലെ കൊടുക്കും. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഗ്യാരണ്ടി ഞാൻ ആർക്ക് കൊടുക്കും. ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അയാൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബ്ലൈൻഡ്ലി നിങ്ങൾക്ക് പോവാം, ഞാൻ ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കൂടെ തന്നെ എൻ്റെ വൈഫും ഇതിൽ ഇൻവോൾവ്. ഞാൻ ഓഫീസ് തിരക്കിലാകുമ്പോൾ വൈഫും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. അവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. ഷാപ്കോൻ്റെ ഈ നിർമ്മാണത്തിൽ നമ്മൾ 100% സംതൃപ്തരാണ്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. നമ്മൾ ഫെഡറൽ ബാങ്കുമായിട്ട് ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് പണി പൂർത്തീകരിച്ച് തരാമെന്നുള്ളത്. നമ്മൾ പല ആൾക്കാരെയും സമീപിച്ചു. പിന്നെ നമ്മളൊരു ഫ്രണ്ട് വഴിയാണ് ഇവരെ പറ്റി നമ്മൾ അറിഞ്ഞത്. ആ സമയത്തിനുള്ളിൽ തന്നെ അവർ ആ പാർഷ്യൽ കംപ്ലീഷൻ ചെയ്ത് നമുക്ക് നമ്പർ വാങ്ങി തന്ന് ഫെഡറൽ ബാങ്ക് അവരെ സമയത്ത് തന്നെ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഇത് ചേച്ചിയും അതുപോലെ സജിത്തേട്ടനും അവിടെ സൗദിയിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൗദിയിൽ ഈ ഒരു വർക്കിൻ്റെ സമയത്ത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ഫെഡറൽ ബാങ്കിനായിട്ട് സൈൻ ചെയ്തു. അത് കാരണം വെച്ചാൽ ഒരു നമുക്ക് ഇൻകം വരാൻ തുടങ്ങി 6 മാസത്തിനുള്ളിൽ. അതെ, അപ്പോൾ അതായത് ചേച്ചി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ സാധനം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ശരിക്കും എനിക്ക് പ്രഷറാണ്. കാരണം നിങ്ങൾ അഗ്രിമെന്റ് സൈൻ ചെയ്ത് പോയി, അവർക്ക് തീർത്ത് കൊടുക്കണം. ആ സമയത്ത് സജിത്തേട്ടനും നിങ്ങൾ അവിടെ ഉള്ള സജിത്തേട്ടൻ്റെ ഒരു ആ വർക്കിന്റെ പ്രഷറും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്നുള്ള ഈ ഒരു വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നുണ്ടോ? ഹസ്ബൻഡ് ഫുൾ കൂളായിരുന്നു. നിങ്ങളെ പ്രവൃത്തി ഓരോ സമയത്തും നമ്മൾ ക്യാമറയിലൂടെ ഇവിടെ ക്യാമറ വെച്ച് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്തിനുള്ളിൽ ഓരോ വർക്കും ചെയ്തു. അതുകൊണ്ട് തന്നെ പുള്ളി ഫുൾ കൂളായിട്ടിരുന്നു. നമുക്ക് ആ ബാങ്കുമായിട്ടുള്ള കരാറ് ആ സമയത്ത് തന്നെ തീർക്കാൻ കഴിഞ്ഞതിൽ നല്ല
ഓക്കെ സൈതേട്ടാ, നമ്മൾ ഇന്ന് ഇത്രയും തിരക്ക് പിടിച്ച ഈ ഒരു സമയത്ത് വിഷുവിൻ്റെ ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ചേച്ചിയും സൈതേട്ടനും ടൈം സ്പെൻഡ് ചെയ്തു. വളരെ താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞാലും വളരെ നന്ദിയുണ്ട്. കാര്യം ഇതുപോലെ കുറേ ആളുകൾ നമ്മളെ പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നത് നമ്മൾ ടൈം ബൗണ്ടറായിട്ട് നമുക്ക് തീർക്കാനും പറ്റിയിട്ടുണ്ട്. ദൈവസഹായത്താൽ നമുക്ക് തീർക്കാനും പറ്റിയിട്ടുണ്ട്. ഇതുവരെ ഒരു നെഗറ്റീവ് അനുഭവങ്ങളോ ഞങ്ങളുടെ ക്ലയൻസിനോ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു പോസിറ്റീവായിട്ട് ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. സജിത്തേട്ടനും ചേച്ചിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇനിയുള്ള പ്രൊജക്റ്റുകളും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഞങ്ങൾ ഇതിലും ഭംഗിയായിട്ട് ഇനി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു സൈതർ. Wish you all the best for your all future projects. ഓക്കെ, താങ്ക് യു. Be there.